ലക്ഷാർച്ചന കണ്ട് മടങ്ങോളൊരു മുഖം കണ്ടു മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരന്റെ അതല്ലേ ചായ ഇട്ടേരോടി. ഒരു കാര്യം ചെയ്തിരിക്കുന്നു കണ്ടില്ലേ ചായ, ഇത് കഴിയട്ടെ. എന്തോ വർത്തമാനോടി, ഞാൻ പോയാലും നിനക്ക് ചെയ്യാലോ. ഒരു ചായതാ. ഒരു 10 മിനിറ്റ് വൈകുന്ന വെച്ചിട്ട് എന്താ കുഴപ്പം? അവിടെ കാത്തിരിക്കുന്നത് മനുഷ്യരൊന്നും അല്ലല്ലോ, ആടും പശുവും പോത്തും കാളയൊക്കെ അല്ലേ. അത് വെയിറ്റ് ചെയ്തു അട്ടിയാൻ വെച്ചേരും കേട്ടാ. മിണ്ടാപ്രാണികളോടാ നമുക്ക് കൂടുതൽ കൺസിഡറേഷൻ കാണിക്കേണ്ടത്. എടാ, മനുഷ്യനാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ശരിയല്ലേ വേറൊരു ഹോസ്പിറ്റലിൽ പോവാം, ഒരു ഡോക്ടർ അല്ലെങ്കിൽ വേറൊന്ന്. ഇതങ്ങനെയല്ല. ഈ പഞ്ചായത്തിൽ ആകെ ഒരു മൃഗാശുപത്രിയേ ഉള്ളൂ, ഒരു മൃഗ ഡോക്ടറും. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് ചെയ്ത് തീർക്കാതെ ഞാൻ ചായ എടുക്കത്തില്ല. അല്ലെ തന്നെ ഇച്ചിരി വൈകിയാലും അവിടെ സദാശിവൻ ചേട്ടനും അനുരാധയൊക്കെ ഇല്ലേ, അവര് നോക്കിക്കോളും. അവിടുത്തെ ഡോക്ടർ ഞാനാണ്, അനുരാധയല്ല. അവളുടെ ജോലിയും അതല്ല. പിന്നെന്താ അവക്ക് പണി? ആ നേരത്തെ പോയിട്ട് അവളുമായിട്ടിരുന്ന് പഞ്ചാര അടിക്കണം. ഇവിടെ ഇരുന്നാ നിങ്ങക്ക് എന്നോടല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, അതിഷ്ടല്ലല്ലോ. ഇത് നിനക്ക് ഈ പഞ്ചാര എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ നിന്റെ മനസ്സിൽ വരത്തുള്ളൂ. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാം? ഓഹോ, വേറെ പല കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കും അല്ലേ? എന്തോ സംസാരിക്കുന്നത്? VSS എങ്ങനെയാ റോക്കറ്റ് വിടുന്നത്, ഹമാസ് പാലസ്തീൻ പ്രശ്നം എങ്ങനെ തീർക്കാം, പിന്നെ ഇന്ത്യ എന്തുകൊണ്ട് വേൾഡ് കപ്പിൽ തോറ്റു, അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കാം. എനിക്ക് മനസ്സിലായി ചായ, ഇച്ചാനൊരു വിചാരം ഉണ്ട് ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ലെന്ന്. എനിക്കൊരു വിലയില്ലല്ലോ അല്ലേലും. ഇച്ചാൻ ഒരു ദിവസമേ എന്റെ സ്നേഹം മനസ്സിലാക്കും, അന്ന് എന്റെ പുറകെ നടക്കും. ഞാൻ പുറകെ നടക്കാം. ഇപ്പൊ നിനക്കൊരു ചായ ഇട്ട് തരാൻ പറ്റും? ഇല്ല, പറ്റത്തില്ല. ഇല്ലാന്ന്. ഏത് നേരത്താണോ അത് ഇവിടെ കിട്ടി? വരുന്നു. അല്ല അതല്ല മോളെ, അല്ലടി. എന്താ സത്യേട്ടാ യൂണിഫോം തേച്ചാ നീ? ആഹാ, ഇതിനാണ് എന്നെ വിളിച്ചത്? എന്റെ പായി നല്ല പച്ച തെറിയായിക്കോട്ടെ സത്യേട്ടാ. അടുക്കളയിൽ അവിടെ 100 കൂട്ട് പണിയെടുത്തോണ്ടിരിക്കുമ്പോഴേ ഓരോന്നും പറഞ്ഞ് വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുന്നേ. അച്ഛനും മോൾക്കൂടെ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരുന്നാ മതിയല്ലോ, അല്ലാതെ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ആർച്ചയെന്ന് പറഞ്ഞോണ്ട് കിടന്ന് വിളിച്ചോണ്ടിരിക്കും. അമ്മ എന്തിനെങ്ങനെ ചൂടാവുന്നേ? ഈ ഗെയിം കളിക്കാൻ ഭയങ്കര പാടാ. നീയും അച്ഛന്റെ കൂടെ കൂടിക്കോ. എടി, നീയും വലുതാവും, എന്നിട്ട് ഇതുപോലൊരു മുതലിനെ നീയും കല്യാണം കഴിക്കും. എന്നിട്ട് നിന്റെ ഭർത്താവ് നിന്റെ മോളും കൂടെ അവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ട് നിന്നോട് ആ വീട്ടിലെ പണി മുഴുവൻ എടുക്കാൻ പറയുന്നു. നിന്നെ അപ്പു നമുക്ക് അറിഞ്ഞു കിടന്ന് വിളിക്കുമ്പോഴേ നീ പഠിക്കൂ. അതിന് ഞാൻ കല്യാണം കഴിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കുഴപ്പം. എനിക്ക് പറ്റിയ പോലത്തെ ഒരു അബദ്ധം നിനക്ക് പറ്റരുതല്ലോ. മോളെ, മോള് കളിക്കേ. അച്ഛൻ അമ്മയുടെ 2 കൊച്ചു വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പൊ വരാം. അച്ഛ, ഈ ലെവൽ കൂടെ കഴിഞ്ഞിട്ട് പോകാം അച്ഛ. പറയേണ്ട ചില കാര്യങ്ങൾ ചൂടോടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവല്ലോ. മോള് കളിക്കേ. ആർച്ചയ്ക്കെന്തോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. എനിക്കത് മനസ്സിലായില്ല. ഇതിലിപ്പോ എന്താ മനസ്സിലാക്കാൻ? ആർച്ചേ, നിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ SI, നിനക്കെന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ സമൂഹത്തിലെ 10 ആള് ബഹുമാനിക്കുന്ന എന്നെപ്പോലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിന്റെ ഭർത്താവായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിന്റെ ഭാഗ്യമാണ്, അല്ലാതെ അത് അബദ്ധമല്ല. ഒരു സ്ത്രീക്ക് സർക്കാർ ജോലിക്കാരനെ ഭർത്താവെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് സത്യേട്ടനോട് ആരാ പറഞ്ഞത്? പിന്നെ എന്താണാവോ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം? ഭാര്യയാണെന്നും വേലക്കാരിയല്ലെന്നും തിരിച്ചറിവുള്ള ഒരു ഭർത്താവ്. ഈ വീട്ടിൽ എന്തുമാത്രം പണികളുണ്ട്. ഒരു ജോലിയില്ലെങ്കിലും സത്യേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ടോ? ഈ വീട്ടിൽ ഒരാളുടെ ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അതിനും കൂടെ വേണ്ടി ജോലി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെയ്യണം. ഞാനും പഞ്ചായത്ത് മെമ്പറാ, ഞാനും അവിടെ പണിക്ക് പോകുന്നുണ്ട്. നിന്നോട് മെമ്പറാവാൻ ഞാൻ പറഞ്ഞോ? മര്യാദക്ക് വീട്ടിൽ ഇരിക്കേണ്ടതിന് പകരം എടുത്ത് ചാടി തലയിൽ വാങ്ങി വെച്ച കുരിശല്ലേ. ചുമ്മാ തെക്ക് വടക്ക് നടന്ന് നാട്ടുകാരുടെ പരാതിയും കേട്ട് വെറുതെ സമയം കളയാനൊരു പണി. അത് 10 വയസ്സോടെ ഗുണമുണ്ടോ? ഇല്ല. വീട്ടിലെന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ എന്റെ ശമ്പളം തന്നെ വേണം. പൈസ മാത്രമാണോ കാര്യം? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന വലിയ കാര്യമല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നീ അടുക്കളയിൽ ജോലി ചെയ്യണതും എന്റെ യൂണിഫോം തേക്കണതൊക്കെ എനിക്ക് ചെയ്യണ ഒരു ഉപകാരമായിട്ട് കൂട്ടിക്കോ. നാട്ടുകാർക്ക് എന്തോ ഒരു ഉപകാരങ്ങൾ നീ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ അതിന് കണക്ക് പറയുക. എന്റെ കാര്യം വിട്, നമ്മുടെ മോളുടെ കാര്യം എടുക്കാം. മോക്കെന്ത് പ്രശ്നം? പഠിക്കാനുള്ള എന്തെങ്കിലും സത്യം നമുക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? വേണ്ട, വല്ലപ്പോഴും ഒരു ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാറുണ്ടോ? വലിയ ശമ്പളമൊക്കെ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥല്ലേ. പിള്ളേർ ഈ പ്രായത്തിൽ അങ്ങനെ ചോക്ലേറ്റ് തിന്നണ നല്ലതല്ല.
ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടത് പോഷകമൂല്യമുള്ള ആഹാരമാണ്. എന്നാ അത് വാങ്ങി കൊടുക്ക്. അവർക്ക് വേണ്ട പോഷകമൂല്യമുള്ള ആഹാരമെല്ലാം ഇവിടെ ഉണ്ട്. കാശ് ചെലവാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പറയുന്ന മുട്ടാപ്പോക്ക്. ഒരു മുട്ടാപ്പോക്കുമില്ല. എൻ്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് ആർച്ചയുടെ ഉപദേശം വേണ്ട. ആ സാറേ നമസ്കാരം. എന്താ പവിത്ര രാവിലെ? ഇവിടെ തന്നെ വന്നായിരുന്നു. മെമ്പറല്ലേ ഇവിടെ? പവിത്ര, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ അങ്ങ് പഞ്ചായത്തിൽ. ഇവിടെ അമ്മാതിരി ഇടപാടൊന്നും നടക്കില്ല കേട്ടാ. സാർ എന്നാ ഈ പറയുന്നത്? എങ്ങനെ പറയാതിരിക്കും? ഞാനൊരു SI ആണ്. എന്നെ കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ആവശ്യങ്ങളും ഉണ്ട്. അവരെല്ലാം കൂടി എന്നെ കാണാൻ ഈ വീട്ടിലോട്ട് വന്നാൽ വീട് ചന്തയാവൂലേ? ഷോ, എൻ്റെ സാറേ എന്നെ നേരെ കിടന്ന് ചാടിക്കടിക്കാതെ. ഞാൻ പഞ്ചായത്തിലെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഇവിടുത്തെ മെമ്പർ എന്നോട് കുറച്ച് സാധനം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ മേടിച്ചോണ്ടെന്ന് അത്രേ ഉള്ളൂ. പവിത്ര എല്ലാം കിട്ടിയോ? ഇതിനകത്ത് ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്, മീനും ഉണ്ട്. പിന്നെ പച്ചക്കറി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ മെമ്പർ അങ്ങോട്ട് വരാൻ നേരത്ത് പൈസ തന്നേക്കാന്ന് ഞാൻ കടയിൽ പറഞ്ഞിട്ടുണ്ട്. ബില്ല് വലിയ ഉപകാരം പവിത്ര. ശരി. പവിത്ര, എന്തോ സംഭവം? ബില്ല് കണ്ടില്ലായിരുന്നോ? അല്ല, ഈ ചിക്കൻ, മീന്, ബീഫ്, ഇവിടെ എന്താ ആഘോഷം? സാറിന്റെ വീടല്ലേ? ഇവിടെ എന്നാ നടക്കുന്നതെന്നുള്ള കാര്യം എന്നോടാണ് ചോദിക്കുന്നത്. സാറിന്റെ ഭാര്യ മെമ്പറോട് ചോദിക്കും. അല്ല, അതൊക്കെ പോട്ടെ. ഇതെല്ലാം കൂടി ഇപ്പം എത്ര രൂപയായി? ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നത് 1300 രൂപ ആയിട്ടുണ്ട്. 1300? നീ എന്തോന്നാണ് ഈ പറയുന്നത്? ചേട്ടാ ഇത് കൊള്ളാമല്ലോ. ഇതിപ്പോ എന്നോട് വിളിച്ച് പറഞ്ഞു സാധനം മേടിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഞാനത് മേടിച്ചോണ്ട് വന്നു. അത്രയല്ലേ ഞാൻ ചെയ്തോളൂ. എത്ര? ഇനി ഞാൻ പറയാതെ ഈ വീട്ടിലേക്ക് ഒരു സാധനവും മേടിച്ചോണ്ട് വരരുത്. അങ്ങനെ എങ്ങാനും മേടിച്ച് നിറഞ്ഞ നീ വിവരം അറിയും കേട്ടോ. മെമ്പർ പറഞ്ഞാലോ? മെമ്പറല്ല, ഞാനാണ് ഈ വീടിന്റെ ഗ്രഹനാഥൻ. ഇത് എന്റെ വീടാണ്. ഞാൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ടാണ് ഈ വീട് നടക്കുന്നത് കേട്ടോ. ശരി, അപ്പൊ സാറിന്റെ വീടാണ്, സാറാണ് ഇവിടുത്തെ ഗ്രഹനാഥൻ. സാർ അധ്വാനിക്കുന്ന പൈസ കൊണ്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ കാര്യം എന്നോടല്ല, നിങ്ങളെ പെണ്ണുപിള്ളയോട് ഒന്ന് പറ. പാൻ പിടിച്ച എന്നോട് ഇത് പറഞ്ഞിട്ട് എന്നാ കാര്യം? എൻ്റെ പൊന്നു സാറേ, ഞാൻ ഇതൊന്നും കമ്മീഷൻ മോഹിച്ച് വരുന്നല്ല. എൻ്റെ പെട്രോളിൻ്റെ പൈസ പോലും ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുക. ഒരു ചിക്കനും ബീഫും മീനും കാരണം മനുഷ്യന് കിടക്കാൻ മേലെന്ന് പറഞ്ഞ എന്നായി? എന്താണ് ആർച്ച നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഒരു ദിവസം ഒരു വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ദിവസം ബീഫ് വാങ്ങിച്ചാൽ അതും മനസ്സിലാക്കാം. ഒരു ദിവസം മീൻ വാങ്ങിച്ചാൽ അതും മനസ്സിലാക്കാം. ഇത് മൂന്നും കൂടെ ഒരു ദിവസം ഒരു വീട്ടിൽ വാങ്ങിയാൽ എന്താ നിന്റെ കല്യാണം വല്ലോ? ഒരു കല്യാണം കഴിഞ്ഞതിന്റെ ക്ഷീണം മാറിയിട്ടില്ല, പിന്നെ അടുത്തത്. എന്നാ പറയേ, ഇതെല്ലാം കൂടെ എന്തിനാ മേടിച്ചെന്ന്? സത്യേട്ടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നില്ലേ ഇന്ന് നമ്മുടെ ശാലിനി വരുമെന്ന്? ഏത് ശാലിനി? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിക്രമൻ ചേട്ടന്റെ മോള് ശാലിനി. അവളുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അവളെയും ഭർത്താവിനെയും കൂടെ കൊണ്ട് വിരുന്ന് വിളിച്ചതാ. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞെങ്കിൽ അവരിന്ന് വൈകുന്നേരം ഇവിടെ വരും, ഭക്ഷണവും കഴിക്കും. ആര് തീരുമാനിച്ചു? ഞാൻ. നീ അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ അറിയണ്ടേ? ഞാൻ പറഞ്ഞതാണല്ലോ. നീ എന്നോട് അവർ വരുന്ന കാര്യം പറഞ്ഞോളൂ, അല്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അതൊരു സാമാന്യ മര്യാദയല്ലേ? ആ മര്യാദയൊന്നും വേണ്ട. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചായയും 2 ബിസ്ക്കറ്റും കൊടുക്കാം. ഇതല്ലല്ലോ. ചിക്കൻ, മീന്, ബീഫ് ഇതെല്ലാം ചെലവാക്കണത് എൻ്റെ കാശല്ലേ. നിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നിനക്ക് വലിയ ആളായിരിക്കും, എനിക്ക് അയാൾ വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ പൈസ കൊണ്ട് അയാളുടെ മോക്ക് അങ്ങ് വിരുന്ന് കൊടുക്കുക. അവരാദ്യമായിട്ട് വീട്ടിൽ വരുന്നതല്ലേ, അത് ഓർക്കണ്ടേ? ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും ഞാനിതൊക്കെ വാങ്ങിച്ചു, അവര് വന്ന് കഴിച്ചിട്ട് പോട്ടെ. ഇനി മുതൽ വീട്ടിൽ വരുന്നവർക്ക് ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത് പറഞ്ഞു വിട്ടേക്കാം. എന്താ, മതിയോ? എന്നാലും ആർച്ചേ, ഇത് കുറച്ച് കൂടിപ്പോയി. 1300 രൂപ എന്ന് പറഞ്ഞ. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമുക്ക് ചിക്കൻ വെക്കാം, എന്നിട്ട് മീനും ബീഫും എടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്. നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ വേറെ ദിവസം വെക്കാം. സത്യമായിട്ട് സമയം മെനക്കെടുത്താതെ പോ. ഞാൻ ഇവിടെ ചിക്കനും വെക്കും, ബീഫും വെക്കും, മീനും വെക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ഒരു മരപ്പെട്ടി റോസ്റ്റും ഒരു തിമിംഗലം ഫ്രൈ കൂടെ ഉണ്ടാക്കി വെച്ചോട്. പഞ്ചായത്ത് പ്രസിഡന്റ് മോളല്ലേ, നല്ല ആർത്തി കാണും. തിന്ന് ആർത്തി തീരട്ടെ. ഇനി അതിലും ആർത്തി തിന്നില്ലേ നീ എല്ലാം കൂടെ പുഴുങ്ങി അങ്ങ് വെച്ചു കൊടുക്കും. ആർത്തി തീരട്ടെ. തിന്ന്. ഡോക്ടറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ആലീസിനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ആലീസ് അവിടെ ഇല്ലേ? ഉണ്ട്. ആലിസേ, എന്താ ചായ? ഉണ്ണിയാഴ്ച വിളിക്കുന്നേ, വാ. സാർ അവിടെ ഇല്ലേ? ആ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ആണോ? എന്തേ ആലീസേ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. ഇന്ന് വൈകിട്ട് എന്താ പരിപാടി?
അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. വൈകിട്ട് ഞങ്ങൾക്ക് 3-4 ഗസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ പാർട്ടി. നിങ്ങളും കൂടെ വരുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഡോക്ടർ വന്നതിന് ശേഷം മതി. ഓ ഞങ്ങൾ വരാം. അയ്യോ ഇന്ന് പറ്റത്തില്ല. ഞങ്ങളുവേ ഇച്ചായന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ നേരിട്ടിട്ടുണ്ട്. നേരത്തെ ഏറ്റതാ. ഇച്ചായനത് മറന്നുപോയാ? ഞാനത് മറന്നു. അത് ഇന്നായിരുന്നല്ലേ? അത് ഇന്നാ. അയ്യോ സോറി കേട്ടാ, പിന്നൊരു സമയത്ത് ആവാം. ശരി, കുഴപ്പമില്ല. ഏത് ഫ്രണ്ട്സ് ആടി? ഓ, ആരെങ്കിലും വിളിക്കാൻ ഇങ്ങനെ കാത്തിരിക്കാനല്ലേ അങ്ങോട്ട് ചാടിക്കയറി ചെല്ലാനായിട്ട്? ഇച്ചാൻ ആവശ്യമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി തരുന്നില്ലേ? അപ്പൊ അതാണ് കാര്യം. ഇതാണ് സംശയം. സംശയമൊന്നുമല്ല. പിന്നെ എന്താണാവോ? ഇച്ചായ അങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലൊന്നും പോയി നമ്മൾ ഫുഡ് കഴിക്കരുത്. എന്താ കാര്യം? കളിയൊക്കെ ഒന്നും വേണ്ടേ. ഞാൻ പുറത്തുപോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അത് വെറുതെയാ. ഇച്ചാന്റെ പൈസ ഒന്നും കളയാൻ ഞാൻ സമ്മതിക്കും. ഇച്ചാൻ ആവശ്യമുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി തരും. എവിടെ പോയത്? ഞാൻ ആ ആലീസിനെ ഒന്ന് കാണാൻ പോയതാ. എന്തിന്? വൈകുന്നേരം അവരൊക്കെ വരുന്നതല്ലേ, അപ്പൊ ആ ഡോക്ടർ ആലീസിനെ കൂടെ വിളിക്കാന്ന് വിചാരിച്ചു. കൊള്ളാം. നിന്റെ കൂട്ടുകാരിയും ഭർത്താവിനെയും സൽക്കരിക്കാനെന്ന് പറഞ്ഞ് എന്റെ കാശ് മുഴുവൻ ചെലവാക്കിയിട്ട് അതിന്റെ പങ്കുപറ്റാൻ ആ മൃഗവും അവൻ എങ്ങാനും ഈ വീടിന്റെ പടി ചവിട്ടി അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എന്തോ സത്യമായിട്ട് ഇത്? എടി നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. നിനക്ക് ആലീസിനും മൃഗത്തിനും ഒരു സദ്യ കൊടുക്കണം. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ നീ ശാലിനിയും ഭർത്താവിനെയും കൂടെ പിടിച്ചതിലിട്ട് അല്ലേ 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 എന്നിട്ട് അവർക്ക് കൊടുക്കാൻ സദ്യ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കാശ് മുഴുവൻ ചെലവാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ആ മൃഗത്തിനെ വിളിച്ച് നീ ഊട്ടുന്നു അല്ലേ? ഭഗവാനെ, കഥ അവിടെ വരെ എത്തിയോ? അതും കടന്നുപോയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയിപ്പോ ഒരു കാരണം പറഞ്ഞ് ശാലിനിയും ഭർത്താവും വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ മുഴുവനും മൃഗത്തിന് കൊടുക്കാമല്ലോ അല്ലേ? ആ, അതിന് ആലീസ് ഡോക്ടർ വരുന്നില്ലല്ലോ, അവര് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ പോവല്ലേ. അങ്ങനെയാ മനുഷ്യര്. വല്ലപ്പോഴും ഭാര്യയും കൊണ്ട് പുറത്തു പോവുക, ഭക്ഷണം കഴിക്കുക, സിനിമ കാണുക. അല്ലാതെ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ വേലക്കാരിയായിട്ട് ഇരുത്തല്ല വേണ്ടത്. അതെ, എന്നോട് ചോദിക്കാതെ അവരെ വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? എനിക്ക് തോന്നി, ഞാൻ വിളിച്ചു. ആ തോന്നൽ ഇവിടെ പറ്റില്ല. സത്യേട്ടാ, വളരെ മാന്യമായ ഭാഷയിൽ ഞാൻ ഒരു കാര്യം പറയാം. സത്യേട്ടന്റെ സംശയം കൊണ്ട് ഞാൻ പൂർതി മുട്ടി. പിന്നെ സ്നേഹം കൊണ്ടാണല്ലോ ഈ പരാക്രമം എന്ന് ആലോചിച്ച് ക്ഷമിക്കുമ്പോ കൂടുതൽ കയറി ചൊറിയാൻ വരരുത്. വന്നാലും ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോവും. ആ സാർ, പരാതി കിട്ടിയിട്ടുണ്ട് സാർ. അത് അന്വേഷിക്കാൻ സ്വർണ്ണലത പോയിട്ടുണ്ട്. വന്നിട്ട് ഞാൻ സാറിനോട് വിവരം പറയാം. ഞാൻ വിളിക്കാം സാർ. ഓക്കെ സാർ. സ്വർണ്ണലതേ, ഓരോ അവളുമാർ കണ്ടന്മാരെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കാണ് കിടക്കപ്പുറതി ഇല്ലാത്തത്. സർ ഗിരിജയുടെ കാര്യം എന്തായി? സർ, ഞാൻ ഗിരിജയെ പോയി കണ്ടു, വിശദമായിട്ട് സംസാരിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കേസ് അല്ല സർ ഇത്. എന്ന് വെച്ചാൽ ന്യായം മുഴുവൻ ഗിരിജയുടെ ഭാഗത്താണ്. അതെന്ത് വർത്താനമാണ് സ്വർണ്ണലത ഈ പറയുന്നത്? ഭർത്താവും കുട്ടികളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഇന്നലെ പരിചയപ്പെട്ട ഒരുത്തനോട് ഇറങ്ങിപ്പോയിട്ട് അവരുടെ ഭാഗത്ത് എന്ത് ന്യായമാണെന്നാണ്? സർ, എന്തിനാ അവർ ഇറങ്ങിപ്പോയത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. എന്താ പോയത്? സർ, ഈ ഗിരിജയുടെയും അശോകന്റെയും കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. അവർക്ക് 2 കുട്ടികളും ഉണ്ട്. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഗിരിജയെ അശോകന് സംശയമാണ്. അവള് വേറെ ഒരാളോടും മിണ്ടാൻ പാടില്ല, ആരെയും നോക്കാൻ പാടില്ല, ഇതൊക്കെയാണ് അശോകന്റെ വാശി. സാറേ, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഗിരിജ എല്ലാം സഹിക്കുമായിരുന്നു. 2 പിള്ളേരുടെ കാര്യം നോക്കണ്ടേ? ഗിരിജ സഹിക്കുന്നവരും അശോകന്റെ അഹങ്കാരവും കൂടി. സാറേ, ഗിരിജയുടെ ഒരാഗ്രഹവും ആ വീട്ടിൽ സാധിച്ചു കൊടുക്കത്തില്ലായിരുന്നു. 10-30,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീയാ. അത് മുഴുവൻ ഈ അശോകനെ കൊണ്ട് ഏൽപ്പിക്കണം. എന്നാൽ അശോകനോ ബസ്സിന്റെ കാശ് മാത്രമേ ഈ ഗിരിജയെ ഏൽപ്പിക്കത്തുള്ളൂ. അല്ല, അതിപ്പം അശോകനെ തെറ്റ് പറയാനൊന്നും പറ്റില്ല. ഈ സ്ത്രീകളുടെ കയ്യിൽ കാശ് കിട്ടി കഴിഞ്ഞാൽ ദൂർത്തടിച്ചങ്ങ് തീർക്കും. സാറേ, എന്റെ ശമ്പളം ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ചെലവാക്കുന്നത്. കനകാംബരൻ ചേട്ടന്റെ ശമ്പളം എന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കത്ത് പോലും ഇല്ല. സാർ, അതല്ലേ സാർ ന്യായം? എന്റെ പൊന്നു സാറേ, ഈ ഗിരിജയുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറിക്കോ ഒരു ചോക്ലേറ്റ് പോലും ഈ അശോകൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. പിന്നെ ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എത്ര കാലം ജീവിക്കും സാർ? സാറേ, ഈ കൂടെ ജോലി ചെയ്യുന്ന രാജീവൻ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയും, കൂടെ ഇരുന്ന് സമാധാനിപ്പിക്കും, അവരുടെ ജോലിയിൽ അവരെ സഹായിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും അവര് തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകണമല്ലോ. ആ അടുപ്പം കാരണം അവരെന്ത് ചെയ്തു, ഒരുമിച്ച് അങ്ങ് ജീവിക്കാൻ തുടങ്ങി.
അതെങ്ങനെ സ്വാഭാവികമാകും? ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേർത്തിന്റെ കൂടെ പോയി താമസിക്കുന്നതിന് സ്വാഭാവികമെന്നല്ല, അവിഹിതം എന്നാ പറയുന്നത്. ആയിരിക്കാം. പക്ഷേ ഈ അവിഹിതത്തിൽ പോലീസിന് എന്താ കാര്യം? സാറേ, പ്രായപൂർത്തിയായ രണ്ടുപേർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിലെന്താ കേസ്? സാറേ, കാലം മാറി. ഇനി അങ്ങോട്ടുള്ള കാലം ഭാര്യമാരുടെ അടുത്ത് നന്നായിട്ട് പെരുമാറിയില്ലെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഇനി ഇങ്ങനെ ഒളിച്ചോടാൻ തയ്യാറായിട്ടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. സാറേ, ഇതിന്റെയൊക്കെ പിന്നാലെ പോലീസിന് പോകേണ്ട കാര്യം എന്താ? പോലീസിന് ഒരുപാട് പണികളില്ലേ? അപ്പൂസേ, അച്ഛനൊന്ന് നേരത്തെയാണല്ലോ. ഇന്ന് അച്ഛന് സ്റ്റേഷനിൽ വലിയ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ നേരത്തെ ഇറങ്ങി. മോള് പഠിക്കുക. ഇത് മോക്കുള്ളതാ. എന്താ അച്ഛാ ഇത്? ഇത് കുറച്ച് ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ലഡു, ജിലേബി എല്ലാം മോക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ. അച്ഛൻ ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് കിട്ടിയതല്ല, അച്ഛൻ പൈസ കൊടുത്ത് മേടിച്ചതാ. ഇത്രയോ? അച്ഛൻ ഇതുവരെ ഇങ്ങനെയൊന്നും മേടിച്ചോണ്ട് വന്നിട്ടില്ലല്ലോ. അച്ഛൻ പലപ്പോഴും വാങ്ങണമെന്ന് വിചാരിക്കും, പക്ഷേ ഈ ജോലിയുടെ തിരക്കൊണ്ട് അച്ഛൻ വാങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് അച്ഛന് സമയം കിട്ടി, അങ്ങനെ ഇതെല്ലാം മേടിച്ച്. മോളെ, ഇത് കൊണ്ടുപോയി അമ്മ എടുത്ത് കൊടുക്ക, എന്നിട്ട് അച്ഛൻ മേടിച്ചോണ്ടെന്നാണെന്ന് പറയും. ഓക്കേ അച്ഛാ. അമ്മ ഇത് നോക്കിക്കേ. എന്തോന്നാ? ലഡും ചോക്ലേറ്റും ഒക്കെയാ. എവിടുന്നാ? അച്ഛൻ മേടിച്ചോണ്ട് വന്നതാ. അച്ഛനോ? എന്താ അച്ഛനൊന്ന് മേടിച്ചോണ്ട് വന്നൂടെ? സത്യേട്ടാ, സത്യേട്ടന് എന്തു പറ്റി? ലോട്ടറി വല്ലോ അടിച്ചോ? ഇത്രയും സാധനം മേടിക്കാൻ ലോട്ടറി ഒന്നും അടിക്കണ്ട, എനിക്ക് സർക്കാർ മാന്യമായി ശമ്പളം തരുന്നുണ്ടല്ലോ. ഇത്രയും നാള് ശമ്പളം കിട്ടിയിരുന്നല്ലോ, എന്നിട്ടും ഒന്നും വാങ്ങിച്ചു കണ്ടില്ല. ഇന്ന് വാങ്ങണമെന്ന് തോന്നി, ഞാൻ വാങ്ങിച്ചു. താങ്ക് യു അച്ഛാ. വെൽക്കം മോളെ. കഴിഞ്ഞു. സത്യേട്ടാ, കാര്യം പറയേ. സത്യേട്ട കേസ് വല്ലതും തെളിയിച്ചോ? അതോ ഡിവൈഎസ്പി നല്ല വല്ലതും പറഞ്ഞു? എന്താ സംഭവിച്ചേ? അർച്ചേ, ജോലിക്ക് പോയിട്ട് വരുന്ന ഭർത്താവ് ഭാര്യയ്ക്കും മോൾക്കും സ്നേഹത്തോടെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരുമ്പോ ഇങ്ങനെ കളിയാക്കല്ലേ. ഇതാ ഞാനൊന്നും മേടിച്ചോണ്ട് വരാത്ത. ശരി, സമ്മതിച്ചു. എന്തായാലും ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ, സന്തോഷം. അല്ല, ശാലിനിയും ഹസ്ബൻഡും എപ്പോഴാ വരുന്നേ? അവന് സന്ധ്യയാവും വരുമ്പോ, വേറെ എവിടേക്കോ പോവാനുണ്ടെന്ന് പറഞ്ഞു. അതെ, കറികളൊക്കെ ആയോ? എല്ലാം ബീഫ് റോസ്റ്റ്, ഫിഷ് ഫ്രൈ, ചിക്കൻ കറി എല്ലാം. ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ എന്റെ മണം അടിച്ചു. സത്യം പറയാലോ, ഇന്ന് നിന്റെ കൈപ്പുണ്യം കണ്ട് അവരെ അന്തം വിടും. എന്നിട്ട് അവരെ വീട്ടിൽ പോയി എല്ലായിടത്തും പറയും നിന്റെ കൈപ്പുണ്യത്തെ കുറിച്ച്. പഞ്ചായത്ത് പ്രസിഡന്റ് വിക്രമൻ സാറിന്റെ മുമ്പിൽ നീ പിന്നെ സ്റ്റാറാ. എന്റെ ഭാര്യയുടെ കൈപ്പുണ്യത്തെ കുറിച്ച് ആൾക്കാർ പകർത്തുന്നത് കേൾക്കുമ്പോൾ എനിക്കും അഭിമാനമല്ലേ. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി വല്ല ബാക്കിയുണ്ടോ? എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യേണ്ടതുണ്ടോ? എന്താ പറഞ്ഞേ? അല്ല, എന്തെങ്കിലും ഇനി ജോലി ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന്, അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. സത്യേട്ടൻ എന്നെ കളിയാക്കുകയാണോ? ഞാൻ കളിയാക്കൊന്നുമില്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഈ ഗസ്റ്റ് വരണതിന് മുമ്പ് നമുക്ക് ജോലിയെല്ലാം തീർത്ത് ഫ്രീ ആയിട്ട് നിൽക്കാമല്ലോ. അതിന് ജോലിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞു അല്ലേ? സത്യേട്ടൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അല്ല അർച്ചേ, അവര് വന്നിട്ട് പോകുമ്പോൾ 9 മണി കഴിയുമോ? കഴിയുമായിരിക്കും. അയ്യോ, ഞാനേ നമുക്ക് എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോകാൻ എങ്ങനെ വിചാരിച്ചിരുന്നു. കുഴപ്പമില്ല, നാളെ ഞാൻ നേരത്തെ വരാം. എന്നിട്ട് നാളെ നമ്മൾ സിനിമ കാണുന്നു, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, സന്തോഷമായിട്ട് തിരിച്ചു വരുന്നു. ഓക്കെ, ഡൺ. കുടുംബജീവിതം സമാധാനമായിട്ട് കൊണ്ടുപോയി എന്തെല്ലാം സാഹസങ്ങൾ കാണിക്കണം.
സത്യേട്ടാ സത്യന്റെ തല എവിടെയെങ്കിലും ഇരിച്ചായിരുന്നോ? തലേ അല്ല, സത്യേട്ടനൊരു പോലീസുകാരനാണല്ലോ. അപ്പൊ പല ബഹളത്തിന്റെ ഇടയിൽ തല വല്ലയിടത്തും ഇടിക്കുകയോ മറിഞ്ഞു വീഴുകയോ മറ്റോ ചെയ്തോ? നിനക്കെന്തപ്പം അങ്ങനെ തോന്നാൻ? ആകെ മൊത്തത്തില് സത്യന്റെ പെരുമാറ്റത്തിനൊരു കുഴപ്പം. എന്ത് കുഴപ്പം? ഇതെത്ര? അത് 1. ഇതോ? 5. നിനക്കെന്ത് പറ്റി? സത്യന്റെ പതിവില്ലാത്ത പെരുമാറ്റത്തില് സംശയം കൊണ്ട് ചോദിച്ചതാ. ഹർഷേ, നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ അടുക്കളയിൽ സഹായിക്കുന്നില്ല, സിനിമയ്ക്ക് കൊണ്ടുപോകുന്നില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നീ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം ഇഷ്ടമല്ലല്ലോ, അല്ലേ? സത്യത്തില് സത്യേട്ടാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു സത്യേട്ടാ. അപ്പോഴേ ഇന്നത്തെ വൈകുന്നേരം നമുക്ക് ആഘോഷിക്കണം. ആഘോഷിക്കാം. ശാലിനിയും ഭർത്താവും വരട്ടെ. വരട്ടെ. ആ ആലീസ് ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയാക്കായിരുന്നു.